പരീക്കുട്ടി ഹാജി സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന അനാഥകൾക്കും അഗതികൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് മനുഷ്യസ്നേഹത്താൽ പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ച വ്യക്തിത്വമായിരുന്നു ടി.കെ. പരീക്കുട്ടി ഹാജി. മതപരമായ കാര്യങ്ങളിൽ കാണിച്ച നിഷ്കർഷതയും പാവങ്ങളെ സഹായിക്കുന്നതിൽ കാണിച്ച ഉത്സാഹബുദ്ധിയും അദ്ദേഹത്തിന്റെ ഉള്ളിലെ സാമൂഹ്യ പ്രവർത്തകനെ വിളിച്ചോതുന്നു. കൊടുവള്ളി മുസ്ലിം യതീംഖാന എന്ന ആശയം ആദ്യമായി പങ്കുവെക്കുകയും അതിനായി ആദ്യ സംഭാവന നൽകുകയും ചെയ്ത മഹനീയ വ്യക്തിത്വമാണ് പരീക്കുട്ടി ഹാജി അവർകൾ. യതീംഖാന ആരംഭിച്ചതു മുതൽ അതിന്റെ പുരോഗമനങ്ങൾക്കായി അദ്ദേഹം തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ചു. നമ്മുടെ ടി.കെ. അഹമ്മദ് ഹാജി എന്ന ആള്, അതായത് എൻ്റെ ഫാദർ മരിച്ചു. ഇവിടെ ആലിക്കുഞ്ഞി ഹാജി എന്ന് പറഞ്ഞിട്ടൊരു കച്ചവടക്കാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളെയാണ് എൻ്റെ അന്ത്യം കെട്ടിയത്, ചരിത്രം പറയുന്നത്. അപ്പോൾ അവിടെ അതാണ് അയാൾ മരിച്ചതിന് ഒരു ഇത് നടത്താറുണ്ടല്ലോ സാധാരണ. അതിന് വേണ്ടിയിട്ട് കുറേ പച്ചക്കറികളുടെ എല്ലാം കൂടി കൊണ്ടുവന്ന് അവിടെ ഇന്ന് ഞങ്ങൾ അവിടെ ഇങ്ങനെ വർത്താൻ പറയാം, ആലിക്കുഞ്ഞി ഹാജി. അങ്ങനെ വർത്താൻ പറഞ്ഞിട്ടിരിക്കുമ്പോൾ പിന്നെ ഞാൻ തമാശയായിട്ട് പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ ബാപ്പ വച്ചത്, അതുകൊണ്ട് നിങ്ങൾ മൂപ്പര് പൊന്ന് കച്ചവടക്കാരനെ കച്ചവടക്കാർ ഞങ്ങൾ വലിയ ലോഹിക്കാരാ. അപ്പം മൂപ്പര് അവിടെ വന്നതാ. അപ്പം ഞാൻ നിങ്ങൾ കണ്ടില്ലേ ബാപ്പ വച്ചത്, നിങ്ങളിപ്പോൾ പിന്നെ പൊന്ന് ഒരതി കൊണ്ട് നിൽക്കുകയുള്ളപ്പോൾ അത് ഒരതി കുറേ ടൈമിൽ ഉണ്ടാകുന്നത് പിന്നെ വയ്യ അവിടുന്ന് കണക്ക് പറയേണ്ടി വരുന്നത് തമാശയായിട്ട് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞപ്പം അപ്പനോട് ചോദിച്ചു, എന്താ നല്ല കാര്യം ഒന്ന് പറയുന്നറിഞ്ഞു. എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു ഓർമ്മ വന്നു, ഇങ്ങനെ ഒരു ഓർഫനേജ് സ്ഥാപിക്കാമെന്ന്. അത് പറഞ്ഞപ്പോൾ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ കോഴിക്കോട്ട് താമസിക്കുന്നത്. ഇയാൾ താമസം ഇവിടെയാണ്, കൊടുവള്ളിയാണ്. ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ അവിടെ ഇറങ്ങി അല്ല നമ്മൾ പറഞ്ഞെന്തായെന്ന് ചോദിച്ചു. ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഇങ്ങോട്ട് ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ഓർഫനേജ് തുടങ്ങിക്കോളി, ഒരു ഓർഫനേജ് തുടങ്ങി നമുക്ക് അതപ്പോൾ ഏറ്റവും അതെന്നുണ്ട്. അങ്ങനെ ആ അടിസ്ഥാനത്തിൽ അടുത്ത ആഴ്ച അദ്ദേഹം മരിച്ചു, അലിക്കുഞ്ഞി മരിച്ചു. അപ്പോൾ ആ വിവരം മരിച്ചപ്പം പിന്നെ ഇതിൻ്റെ കുട്ടികളെ അവകാശങ്ങളൊക്കെ ആയല്ലോ. അപ്പോൾ അവരോട് പറഞ്ഞു, ഞാനന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റ്, അവിടുത്തെ കൊടുവള്ളി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ അവരോട് വിവരം പറഞ്ഞപ്പോൾ പറഞ്ഞ് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങൾ തീർച്ചയാക്കി അതിനെന്താണെന്ന് വെച്ചാൽ വേണ്ടി ചെയ്യാൻ ഒരു പറമ്പും പുരയും വേണമെന്നാണ് പറഞ്ഞത്. വലിയ ഒരു പറമ്പും പുരയും ഇല്ലായിരുന്നു. അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. ഏകദേശം ഇത് പറഞ്ഞതിന് ശേഷം മൂപ്പര് മരിച്ചു. അപ്പോൾ പറഞ്ഞതിലൊക്കെ ഉള്ളതല്ല. അപ്പം അങ്ങനെ അവരെ ഫാമിലി ഇപ്പോൾ നമ്മളെ ഇവരെ ഫാമിലി പെട്ട് തന്നെ അറിയാം. ഇപ്പോൾ പ്രസിഡൻ്റില്ലേ, ഞങ്ങൾ പ്രസിഡൻ്റാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദർ ഉണ്ടായിരുന്നു, വേറാണ്. അദ്ദേഹത്തിന് വില കുടുംബം തന്നെയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു പറഞ്ഞ് പിന്നെ ഇത് കഴിഞ്ഞു, എല്ലാ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്ക് ഇവരെല്ലാവരും കൂടി കൂട്ടിയിട്ട് പള്ളിയിലൊരു മീറ്റിംഗ് കൂടി, ഇങ്ങനെ സംഭവം എടുക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് ശരിയാക്കാം എന്ന് ഒരു പറയുകയും ചെയ്ത് നമുക്ക് തരാമെന്ന് പറഞ്ഞ് വേണ്ട ചെയ്തോളൂ എന്നും പറഞ്ഞു. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. മഹാനുഭാവന്റെ ബുദ്ധികൂർമ്മതയും ദീർഘവീക്ഷണവുമാണ് ഇന്നും യതീംഖാനയെ യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ അവസാന യതീംഖാന സന്ദർശനത്തിൽ പോലും ദീനീ മേഖലയിലും പൊതുസേവനങ്ങളിലും പ്രവർത്തിക്കുന്ന തനിക്കും സഹപ്രവർത്തകർക്കും ആഫിയത്തിനും ദീർഘായുസ്സിനും വേണ്ടി ദുആ ചെയ്യണമെന്നായിരുന്നു സ്ഥാപനത്തിലെ കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ അവസാന അഭ്യർത്ഥന. എപ്പോഴും ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കണം, ഞങ്ങളുടെ ആരോഗ്യം തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. തന്റെ അവസാന ശ്വാസത്തിൽ പോലും ആലിമീങ്ങളെയും മുതാലിമീങ്ങളെയും ഓർക്കാനും അവരെ സേവിക്കാനും അദ്ദേഹം മറന്നില്ല. ഇതുകൊണ്ടെല്ലാം തന്നെ ബഹുമാനപ്പെട്ടവരുടെ അവസാന യാത്രയപ്പിനായി കൊടുവള്ളി മുറ്റത്ത് തടിച്ചുകൂടിയത് ആളുകളായിരുന്നു. ടി.കെ. പരീക്കുട്ടി ഹാജി എന്ന സൂര്യൻ അസ്തമിച്ചിട്ട് ഒരു വർഷം കഴിയുന്നു. ഇന്ന് കൊടുവള്ളി ആ മഹാമനുഷ്യനെ അനുസ്മരിക്കുകയാണ്.